നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ഡിബേറ്റ്സ് ഓൺ ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നാണ്. അതായത് എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള സംവാദങ്ങൾ, അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പരിസ്ഥിതി ചരിത്രത്തിലെ ആദ്യത്തെ കോളനി വാദവീക്ഷണം, അതായത് ഫസ്റ്റ് കൊളോണിയൽ പെർസ്പെക്ടീവ്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ പരിസ്ഥിതി ചരിത്രത്തെ കുറിച്ചുള്ള ആദ്യകാല എഴുത്തുകൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പഠനങ്ങളാണ്. തീർച്ചയായിട്ടും അത് കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ആണ് ഈ ആദ്യകാലത്തെ രചന നടത്തിയിട്ടുള്ളത്. ഇതില് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ കോളനി ഭരണാധികാരികളും ഒക്കെ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാല് അവിടെ ഇന്ത്യയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ആദിവാസികളെയും ഇന്ത്യൻ കർഷകരെയും ഒക്കെയാണ് ഈ പരിസ്ഥിതിയുടെ നാശത്തിന്റെ ഉത്തരവാദികളായിട്ട്, അതിന് കാരണക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഇന്ത്യയെ കുറിച്ചുള്ള എല്ലാ അറിവുകളെയും തമോവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനൊക്കെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഈ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പരിസ്ഥിതി നാശത്തിന്റെ കാരണം മുഴുവൻ, അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവരെ ഏൽപ്പിച്ചത് ഇവിടുത്തെ ആദിവാസികളെയും ഇവിടുത്തെ കർഷകരെയും ഒക്കെ തന്നെ ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ വനനശീകരണത്തെ കുറിച്ച് അവർ നടത്തിയ പഠനങ്ങൾ ഈ ഒരു തലത്തിലേക്കാണ് പോയത്. ഇനി വളരെ ശാസ്ത്രീയവും അതുപോലെ പുരോഗമനപരവുമായ രീതിയിലാണ് പക്ഷെ അവരിതെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തെടുക്കുക. ഈ പരമ്പരാഗതമായിട്ടുള്ള അറിവുകളെയൊക്കെ അവര് ഇതിലേക്ക് സമന്വയിപ്പിച്ചു. നമുക്കറിയാമല്ലോ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയൊക്കെ ഇവിടെ ഉണ്ടായത് അല്ലെ. ഇവിടുത്തെ ഇട്ടി അച്യുതൻ, അപ്പുഭട്ട്, വിനായക ഭട്ട്, രംഗഭട്ട് തുടങ്ങിയ നമ്മുടെ ഇവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ കൂട്ടിയിട്ടാണ് വാൻ റീഡിന്റെ നേതൃത്വത്തിൽ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി ഉണ്ടാകുന്നത്. അപ്പൊ നോക്കൂ, അവര് നമ്മുടെ പരമ്പരാഗത അറിവുകളെ ഒന്നും നിരാകരിച്ചിട്ടില്ല, അതിനെയൊക്കെ സ്വീകരിച്ചു. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ കറുപ്പ് പൂശി കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി എവിടെയാണ് നമുക്ക് ഗുഹ ഗ്രോവ് വാദപ്രതിവാദം പഠിക്കാനുള്ളത്? ഗുഹ എന്ന് പറയുന്നത് ഇന്ത്യൻ പരിസ്ഥിതി ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. രാമചന്ദ്ര ഗുഹ, അദ്ദേഹവും അതുപോലെ റിച്ചാർഡ് ഗ്രോവ്, ഇവർ തമ്മിലുള്ള ഒരു സംവാദമാണ്, ഇവരുടെ ഒരു ആശയവിനിമയമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ റിച്ചാർഡ് ഗ്രോവിന്റെ വീക്ഷണത്തില് കോളനിവാദ കാലഘട്ടത്തിലാണ് ആധുനിക പരിസ്ഥിതി ചിന്ത എന്ന ആശയം ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിച്ചാർഡ് ഗ്രോവ് പറയുന്നത്. എന്നാൽ അപ്പൊ തീർച്ചയായിട്ടും യൂറോപ്യൻ ഭരണാധികാരികളാണ് അതിന്റെ കാരണക്കാര്. അപ്പൊ പരിസ്ഥിതിയുടെ നാശം തിരിച്ചറിഞ്ഞതും സംരക്ഷണ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിയതും ഒക്കെ ഈ കൊളോണിയൽ കാലഘട്ടത്തിലാണെന്നാണ് ഗ്രോവിന്റെ പക്ഷം. ഇനി അപ്പൊ ഇവിടെ മണ്ണ് സംരക്ഷണം, അതുപോലെ വനസംരക്ഷണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. എന്നാൽ രാമചന്ദ്ര ഗുഹ ഇതിനെ ഖണ്ഡിച്ചാണ് പറയുന്നത്. ഇവര് പറയുന്നത് ഈ കൊളോണിയൽ കാലഘട്ടത്തിലാണ് നമ്മുടെ പരിസ്ഥിതി നശിച്ചു തുടങ്ങിയത്. അതുവരെ നമ്മളുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുൻപ് ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങള് പരിസ്ഥിതിയുമായിട്ട് ലയിച്ചുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നശിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല. പരിസ്ഥിതിയുടെ നാശം തുടങ്ങുന്നത് ബ്രിട്ടീഷ് ആഗമനത്തോടു കൂടിയാണ് എന്നതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഗുഹയും അതുപോലെ ഗ്രോവും തമ്മിലുള്ള വാദപ്രതിവാദം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പോളിസി ഓഫ് ഡിസിഗ്നലൈസേഷൻ എന്ന ഒരു നയം, ഒരു ആശയം, അതാണ് നമ്മൾ പറയുന്നത്. അതായത് വനനശീകരണം എന്ന് പറയുന്നത് മഴ കുറയാനും ഭൂമി വരണ്ടു പോകാനും ഒക്കെ കാരണമായിട്ടുണ്ട് എന്ന ആശയമാണ് ഇതിനെ പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ഒക്കെ തന്നെ ഇന്ത്യയിലെ വരൾച്ചയ്ക്കും അതുപോലെ ക്ഷാമങ്ങൾക്കും ഒക്കെ പ്രധാനപ്പെട്ട കാരണം വനനശീകരണം തന്നെയാണെന്ന് വിശ്വസിച്ചു. ഇന്ത്യയിലെ പ്രകൃതി എല്ലാത്തരം പ്രശ്നങ്ങൾക്കും കാരണം വനനശീകരണം, അതിൽ നിന്ന് ഉരുവം കൊണ്ട പ്രശ്നങ്ങളാണ്, മറ്റു അനുബന്ധ പ്രശ്നങ്ങളാണ് എന്നതാണ് ഇവര് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് വനസംരക്ഷണ നിയമങ്ങളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും ഒക്കെ ഇവർ ഈ ഘട്ടത്തില് ശക്തമാക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവര്
തദ്ദേശീയ ജനതയുടെ വനത്തിന്റെ ഉപയോഗം, അതായത് വന വിഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിച്ചിരുന്ന തദ്ദേശീയ ജനതയെ ഇവർ അതിൽ നിന്നും വിലക്കി. തദ്ദേശീയ ജനത ഉപയോഗിച്ചിരുന്നതാവട്ടെ, യഥാർത്ഥത്തിൽ ഇവരെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? വനത്തെ കാര്യമായ രീതിയിൽ വനത്തിന് ദോഷം തട്ടുന്ന രീതിയിലൊന്നും അല്ല അവര് വനവിഭവങ്ങള് പോയിട്ട് ശേഖരിച്ചു. തേനും അരക്കും കുന്തിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ട് അത് വിറ്റ് ജീവിക്കുക എന്നതാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഈ വനനശീകരണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇത്തരം ജനങ്ങളിലാണ് അവര് കൊളോണിയൽ പവേഴ്സ് കെട്ടിയേൽപ്പിച്ചതെന്ന് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള കൺട്രോളുകൾ അവരെ ഏർപ്പെടുത്തി. എന്നാൽ ഇതിനൊരു നല്ല ഭാഗമുള്ളത് ഈ റിസർവ് വനം എന്ന ആശയമൊക്കെ കൊണ്ടുവരുന്നത്, അതുപോലെ നാഷണൽ പാർക്ക് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പക്ഷെ ഈ കൊളോണിയൽ പവേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വനങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തത് ഇവരുടെ ഈ ഒരു ഇത്തരം ചില പദ്ധതികളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമുക്ക് മറക്കാനും സാധിക്കില്ല. ഇനി മറ്റു ചില വിമർശനാത്മകമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് സബാൾട്ടേൺ വീക്ഷണമാണ്. ആദിവാസികളും അതുപോലെ തന്നെ കർഷകരെയൊക്കെ പോലെയുള്ള കീഴാള ചരിത്രം, സബാൾട്ടേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴാള ചരിത്രമാണ് അല്ലെ. ഇപ്പൊ സുമിത് സർക്കാരിനെ പോലെയൊക്കെയുള്ള ആളുകള്, നമ്മുടെ ഈ മുണ്ടാ കലാപം, ബിർസ മുണ്ടാ കലാപം ഒക്കെ ഉണ്ടല്ലോ, സാന്താൾ കലാപം, ഇതൊക്കെ ഇത്തരം കലാപങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് സാധാരണ ജനങ്ങളെ പ്രകൃതിയുടെ നാശം എങ്ങനെ സ്വാധീനിക്കുന്നു, അപ്പൊ അവര് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില മൂവ്മെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീക്ഷണം പറയുന്നത്. മറ്റൊന്ന് മാർക്സിസ്റ്റ് വീക്ഷണമാണ്. അത് പരിസ്ഥിതി നാശത്തെ ഒരു മൂലധനവാദവുമായിട്ട് ബന്ധപ്പെടുത്തി ചൂഷണത്തിന്റെ ഫലമായിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് അവര് കാണുന്നത്. അതായത് ഇക്കണോമിക് മീൻസിലാണ് അവരതിനെ കാണുന്നത്. ഇനി ഫെമിനിസ്റ്റ് എക്കോ വീക്ഷണമാണ് മറ്റൊന്ന്. നമ്മൾ മുൻ ഭാഗത്ത് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും അത് ചർച്ച ചെയ്യുന്നില്ല. ഇനി മറ്റൊന്നാണ് പോസ്റ്റ് കൊളോണിയൽ വാദം എന്ന് പറയുന്നത്. അതായത് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം പ്രകൃതിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വാദം പറയുന്നത്. അതായത് കോളനിവാദ ഈ കാലഘട്ടത്തെ അറിവും സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഇന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന പരിസ്ഥിതി നയങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു ആശയം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.